അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാൻ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി. വളരെ വേദനയോടെയും ദുഃഖത്തോടെയുമാണ് ഈ വോയിസിൽ വരുന്നത്. നമ്മുടെ മലപ്പുറം ജില്ലയിലെ ഹസനി അവറുകളുടെ 2 ശിഷ്യന്മാരായ മുതഅല്ലിമീങ്ങൾ ഇന്ന് അപകടത്തിൽ മരണപ്പെട്ടതായി വിദേശത്ത് നിന്ന് അറിയാൻ സാധിച്ചു. അള്ളാഹു ആ മക്കളെ ശുഹദാക്കളിൽ പെടുത്തട്ടെ. അവരുടെ മാതാപിതാക്കൾക്കും കുടുംബങ്ങൾക്കും ഉസ്താദ്, ശിഷ്യന്മാർ, സ്നേഹിതന്മാർക്കും സഹപാഠികൾക്കുമൊക്കെ അള്ളാഹു നല്ല മനക്കരുത്തും ക്ഷമയും നൽകുമാറാകട്ടെ. നമുക്ക് അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ ഒന്നും മറികടക്കാൻ കഴിയില്ല. കുറ്റ്യാടി സിറാജുൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന 2 വിദ്യാർത്ഥികൾ അല്പവർഷങ്ങൾക്ക് മുമ്പാണ് തിരൂരിൽ വെച്ച് മോട്ടോർ സൈക്കിൾ അപകടത്തിൽ മരണപ്പെട്ടു പോയത്. ഒന്ന് കൊടുവള്ളി ഭാഗത്തുള്ള കുട്ടിയും മറ്റൊന്ന് വയനാട്ടിലുള്ള കുട്ടിയും. പക്ഷേ അവരുടെ രക്ഷിതാക്കളുടെ ക്ഷമയും മനക്കരുത്തും ആണ് ഞങ്ങൾക്കൊക്കെ മനസ്സിന് വലിയ താങ്ങും തണലുമായത്. അള്ളാഹു ആ മക്കൾക്കും ശുഹദാക്കളുടെ പ്രതിഫലം കൊടുക്കട്ടെ. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസിക്കും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റാഹാ. സൂറത്തുൽ ഹദീദിൽ അള്ളാഹു തആല പറഞ്ഞു, ഭൂമിയിൽ നടക്കുന്ന എല്ലാ സംഗതികളും, നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന സംഗതികളും നേരത്തെ രേഖപ്പെടുത്തിയത് നമ്മൾ നടപ്പാക്കുകയാണ്. അപ്പോൾ അള്ളാഹു നടപ്പാക്കുന്ന കാര്യങ്ങളൊക്കെ നേരത്തെ റബ്ബ് രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ്. പുതുതായിട്ട് ഇവിടെ ഒന്നും നടക്കുന്നില്ല. എല്ലാ സംഗതികളും നേരത്തെ രേഖപ്പെടുത്തിയ അനുസരിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നേരത്തെ രേഖപ്പെടുത്തിയ കാര്യം നടക്കുകയാണ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടും നമുക്ക് തടുക്കാൻ കഴിയില്ല. ഇന്നദാലിക അലല്ലാഹി യസീർ. അങ്ങനെ നടപ്പാക്കുന്നതിന് മുമ്പ് രേഖപ്പെടുത്തൽ അള്ളാഹുവിന് വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചൊരാശയമുണ്ട്. അതിങ്ങനെയാണ്, ലികൈലാ തഅസൗ അലാ മാ ഫാതക്കും വലാ തഫറഹു ബിമാ അതാക്കും. നഷ്ടപ്പെട്ട ഒരു വിഷയത്തിനും നിങ്ങൾ ദുഃഖിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ചെയ്യരുത്. എന്ത് കിട്ടിയാലും നിങ്ങൾ അഹങ്കരിക്കുകയും ചെയ്യരുത്. കാരണം ഒക്കെ അള്ളാഹു നേരത്തെ തീരുമാനിച്ച് അങ്ങനെ നടക്കുകയാണ്. എന്ത് കിട്ടിയാലും അള്ളാഹ് അന്നു നമുക്ക് അൽഹംദുലില്ലാഹ് പറയാന്നല്ലാതെ നമ്മളെ പവർ കൊണ്ട് കിട്ടിയതാണെന്ന് നമ്മൾ വിചാരിക്കാനും പറയാനും പാടില്ല. അതേപോലെ തന്നെ എന്ത് സംഭവിച്ചാലും അത് അള്ളാഹുവിൻ്റെ തീരുമാനം അവൻ നടപ്പാക്കിയതാണ് എന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമിക്കുക. അതേ നിർവാഹമുള്ളൂ. അതുകൊണ്ട് എല്ലാ മുത്തഅല്ലിമീങ്ങളോടും അതുപോലെ അവരുടെ ഉസ്താദൊക്കെയുള്ള എല്ലാവരോടും, പ്രധാനമായും അവരുടെ കുടുംബാംഗങ്ങളോടും നാട്ടുകാരോടൊക്കെ ഈ ആയത്ത് എപ്പോഴും നമ്മൾ ഓർമ്മിക്കണം. എത്ര ആളുകളാണ് കഴിഞ്ഞ വർഷം വയനാട്ടിൽ ഒരൊറ്റ ഉരുൾപൊട്ടലിൽ ഒരു നാടങ്ങനെ തന്നെ അങ്ങോട്ട് ഒലിച്ചുപോയി. അങ്ങനെ എത്രയോ നൂറുകണക്കിന് ആളുകൾ പെട്ടെന്നൊരു ദിവസം മണ്ണിൻ്റെ അടിയിലായിപ്പോയി. അപ്പോൾ എന്താണ്, അള്ളാഹുവിൻ്റെ തീരുമാനം നടപ്പാക്കണം. ആർക്കെന്ത് ചെയ്യാൻ പറ്റും? ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ആ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ മുത്തഅല്ലിമീങ്ങളാണ്. അവർ അള്ളാഹു മലക്കുകൾ ചിറക് വീട്ടി കൊടുക്കുന്ന മുത്തഅല്ലിമീങ്ങളെ സ്ഥാനം അള്ളാഹു അവർക്ക് കൊടുക്കട്ടെ. അതുപോലെ അവർ അപകടത്തിലുള്ള മരണം എന്ന് പറഞ്ഞാൽ ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം. അവരെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ രക്ഷപ്പെടാനുള്ള വഴിയായിരിക്കും. ദുനിയാവിൻ്റെ ആലുകാലമൊന്നുമില്ലാതെ അവരങ്ങോട്ട് പോയതായിരിക്കും. പക്ഷേ നമുക്ക് വലിയ ദുഃഖമാണ്, വേദനയാണ്. നമ്മളെ 2 ചെറുപ്പക്കാരായ ഇൽമോടിച്ചൊഴുകുന്ന മക്കൾ വിട്ടുപിരിഞ്ഞുള്ള വലിയ വിഷമാണ്. എല്ലാവരും ക്ഷമിക്കുക. എല്ലാവരും കുട്ടികൾക്ക് വേണ്ടിയും അവരുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യുക. പരിക്ക് പറ്റിയ കുട്ടികൾ അല്ലാഹു തആല പൂർണ്ണ സുഖപ്പെടുത്തി നല്ല ആരോഗ്യത്തോടെ അവരെ വീട്ടിലും ദർശനമൊക്കെ അവരെ തിരിച്ചെത്തിക്കട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്നും ഉമ്മത്തിനെ തന്നെ അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.